الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم من يتوكل على الله فإن الله عزيز حكيم. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ അതേ സൂറത്തുൽ അംഫാൽ അതാണ് ഇന്നും നമ്മുടെ വിഷയം. ബദർ സംഭവം കഴിഞ്ഞതിന് ശേഷം നടത്തിയ തൽസംബന്ധമായ ചില നിർദ്ദേശങ്ങളും ബദറിലെ അവലോകനങ്ങളും ഒക്കെയാണ് ഈ ക്ലാസിൻ്റെയും ഇതിവൃത്തം. ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ സർവശക്തനായ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് ആയത്തുകൾ പരിശോധിക്കാം. വാത്തിയുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. റസൂലഹു, അവൻ്റെ റസൂലിനെയും സൂക്ഷിക്കുക. അത്തിയുല്ലാഹ, അള്ളാഹുവിനെ അനുസരിക്കുക. അത്തിയുല്ലാഹ റസൂലഹു, അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ കലഹിക്കരുത്. വലാ തനാസഉ ഫതഫ്ശലു, അപ്പോൾ നിങ്ങൾ ദുർബലരായിത്തീരും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ വീര്യം തകർന്നു പോകും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. വളരെ ഗൗരവമുള്ള പല കാര്യങ്ങളും ഈ ആയത്തിൽ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ കലഹിച്ചുകൊണ്ട് ജീവിക്കരുത്. എന്താ കലഹിച്ചാൽ നിങ്ങൾക്കിടയിലുള്ള ദൗർബല്യം വ്യക്തമാകും. നിങ്ങളുടെ വീര്യങ്ങൾ തളർന്നു പോകും. വളരെ ശരിയാണല്ലോ. വ്യാഖ്യാനവും വിശദീകരണവും ആവശ്യമില്ല. ഒസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. തെറ്റും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ മാർഗം ക്ഷമിക്കുകയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു.
വലാ തക്കൂനു നിങ്ങളാവരുത് കല്ലദീന ഖറജു പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത് മിൻ ദിയാരിഹിം അവരവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു ബതറൻ അഹങ്കാരികളായിക്കൊണ്ട് പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് പറയാണ്. അന്നാസി ജനങ്ങളെ കാണിക്കാനായി ആകരുത് നിങ്ങൾ. അന്നാസി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും ആകരുത്. യസുദ്ദൂനാൻ സബീലില്ല ദൈവിക മാർഗത്തിൽ നിങ്ങൾ തടയുന്നവരും ആകരുത്. ദൈവിക മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരും ആകാൻ പാടില്ല നിങ്ങൾ. വല്ലാഹു ബിമാ തഅമലൂന മുഹീത്ത് അല്ലാഹു ബിമാ യഅമലൂന അവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മുഹീത്ത് സൂക്ഷ്മാരുക്കളാകുന്നു. മുഹീത്ത് തന്നെ വലയം ചെയ്യുന്നവനാകുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണം. അഹങ്കാരത്തോടുകൂടി വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയ ആളുകളെപ്പോലെ എന്ന് പറഞ്ഞാൽ ശത്രു സമൂഹം ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ അവർ അഹങ്കാരികളായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അഹങ്കാരത്തോടു കൂടിയാണ്. മാത്രമല്ല അവരുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല കാഴ്ച അവർ പ്രതീക്ഷിച്ചിരുന്നു. ദൈവിക മാർഗത്തിൽ ജനങ്ങളെ അകറ്റണം എന്നായിരുന്നു അവരുടെ ഉദ്ദേശം, ലക്ഷ്യം. അതിനാവശ്യമുള്ള എല്ലാ കരുക്കളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെപ്പോലെ നിങ്ങളാകരുത് കേട്ടോ എന്ന് അല്ലാഹു തആല പ്രത്യേകിച്ച് പറയാണ്. വൈദ് ദയ്യൻ ലഹുമു ശൈത്വാൻ പിശാച് അവർക്ക് ഭംഗിയായി കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നു. ലഹുമു ശൈത്വാൻ അശൈത്വാനു അഅ്മാലഹും പിശാച് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. വഖാല ലാ ഗാലിബ ലക്കും അവൻ പറഞ്ഞു ലാ ഗാലിബ ലക്കും നിങ്ങൾക്ക് ജയിക്കാൻ ആളില്ല, നിങ്ങൾ ജയിക്കുന്നവരല്ല. ലാ ഗാലിബ ലക്കും അല്ലയോ ഇന്ന് നിങ്ങളെ ആർക്കും ജയിക്കാൻ കഴിയുകയില്ല, ഞങ്ങൾ എല്ലാവരെയും പരാജയപ്പെടുത്തും. മിനന്നാസി മനുഷ്യരിൽ നിന്ന് വൈനേ ജാറുല്ലക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ രക്ഷകനാണ്. ഇന്നീ ജാറുല്ലക്കും ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്. പരമ്മ തറാത്തിൽ ഫിയത്താനി രണ്ട് സംഘങ്ങൾ അവർക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ പരമ്മ തറാൽ ഫിയത്താനി രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നക്കസ അല അഖിബൈഹി അവർ പിന്മാറിക്കളഞ്ഞു. നക്കസ അല അഖിബൈഹി അവർ പിന്മാറിക്കളഞ്ഞു. വഖാല അവൻ പറഞ്ഞു ഇന്നി ബരിഉം മിൻകും ഞാൻ നിങ്ങളിൽ നിന്ന് മുക്തനാണ്. ഇന്നി അറാ മാലാ തറൗന ഞാൻ നിങ്ങളെ കാണുന്നു. ഇന്നി അറാ ഞാൻ കാണുന്നു മാലാ തറൗന നിങ്ങൾ കാണാത്തത്. ഇന്നി അഖാഫുല്ലാഹ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക. ഇത് യഖൂലുൽ മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു, കപടന്മാരായ ആളുകൾ പറഞ്ഞു. വല്ലദീന ഫീ ഖുലൂബിഹിം മറദും അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറദുൻ ദീനമുണ്ട്, രോഗമുണ്ട്. അങ്ങനെയുള്ള ആൾ പോലെ ആകരുത്. ഒറ ഹാഉലായി ദീനുഹും ഒറ അവരെ വഞ്ചിച്ചു കളഞ്ഞു. ഒറ ഹാഉലായി ഇവരെ വഞ്ചിച്ചു കളഞ്ഞു. ദീനുഹും അവരുടെ മതം അവർ വഞ്ചിച്ചു കളഞ്ഞു. മുനാഫിക്കുകളായ ആളുകൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അവരുടെ കാര്യങ്ങളെല്ലാം അവർ മറന്നു. ഈ ഖുലൂബിഹിം മറദുൻ രോഗം അവരുടെ മനസ്സിലുണ്ടായിരുന്നു, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടായിരുന്നു. അതിനാൽ ഒറഹാവുലായി ദീനുഹും ഇവരുടെ ദീനുകളെല്ലാം ഇവരുടെ മതങ്ങളെല്ലാം അവരെ ആക്രമിച്ചു കളഞ്ഞു, ചതിച്ചു കളഞ്ഞു. മയ്യത്തവക്കൽ അലല്ലാഹ് ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ ഫൈനല്ലാഹ നിശ്ചയം അള്ളാഹു അസീസുൻ ഹക്കീം അവൻ വളരെയേറെ യുക്തിജ്ഞനും അസീസുമാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്.
അതിനെതിരായിക്കൊണ്ടാകാൻ പാടില്ല. വല്ലഹാവുലായ ദീനുഹും, അവരുടെ ദീന്, അവരുടെ മതം അവരെ വഞ്ചിതരായി കളഞ്ഞു, ചതിച്ചു കളഞ്ഞു. മയ്യത്തവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ, ഫൈനല്ലാഹു അസീസുൻ ഹക്കീം, തീർച്ചയായും അള്ളാഹു യുക്തിജ്ഞനും അവിജ്ഞനുമാകുന്നു, പൂർണ്ണമായും അസീസും ഹക്കീമുമാകുന്നു. വലൗ തറാ ഇത് യതവഫല്ലദീന കഫറു, വലൗ തറാ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഇത് യതവഫല്ലദീന കഫറു, സത്യനിഷേധികളായ ധർമ്മധിക്കാരികളായ ആളുകൾ മരിപ്പിക്കുന്ന സമയത്ത്, യതവഫ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കും, ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം പോകുന്ന ഒരു അവസരം ഉണ്ടല്ലോ, മനുഷ്യൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ മുനാഫിക്കുകളായ ആളുകൾ, ധിക്കാരികളാകുന്ന ആളുകൾ, അവരുടെ സ്വഭാവം എന്തായിരുന്നു ചോദിച്ചാൽ, ഒരു തറായത് യതവഫല്ലദീന കഫറു, ധിക്കാരികളായ ആളുകൾ മരിപ്പിക്കുന്ന സമയം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് യതവഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ മരിപ്പിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു മലായിക്കത്തും മലക്കുകളും അവരെ മരിപ്പിക്കുന്ന സമയം, ധർമ്മധിക്കാരികളായ ആളുകൾ മരിപ്പിക്കുന്ന സമയം, എതിരിപൂന ഉജൂഹവും, അവരുടെ മുഖങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കും, മുഖത്തടിക്കുക. മലക്കുകളും കാഫിറുകളായ ആളുകളെ എതിരിപൂന ഉജൂഹവും, അവരെ മുഖത്തടിച്ചുകൊണ്ടിരിക്കും. വാതുബാറഹും, അവരെ പുറത്തും അടിച്ചുകൊണ്ടിരിക്കും, ആ പുറത്തും മുതുകിലും അടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ദൂഖു അദാബൽ ഹരീഖ്, ആ മലക്കുകൾ വിളിച്ചു പറയും, ദൂഖു, നിങ്ങൾ ആസ്വദിച്ചു, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, അദാബൽ ഹരീഖ്, കരിച്ചിലിൻ്റെ ശിക്ഷ, പൂർണ്ണമായും കരിഞ്ഞു പോകുന്ന ശിക്ഷ, അള്ളാഹുവിൻ്റെ ശിക്ഷ, കരിഞ്ഞു പോകുന്ന ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. ദാലിക ബിമാ ഖദ്ദമത് ഐദീക്കും, അവരുടെ തെറ്റുപറ്റിയ ജീവിതങ്ങളെല്ലാം ബിമാ ഖദ്ദമത് ഐദീഹിം, നേരിൽ അവർ കാണുന്ന സമയം, ഐദീഹിം, അവരുടെ കൈകളെല്ലാം കാണുന്ന സമയം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അവൻ ഒരിക്കലും നിരാശരായ ആളുകളെ, ബിളല്ലാമിൻ, അക്രമികളെ, ലൈസ ബിളല്ലാമിൻ, അവൻ അക്രമികളല്ല, അൽ അബീദ്, അൽ അബീദ്, ഒരു അബീദ് പറഞ്ഞാൽ ദാസന്മാരായ, ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ദാസന്മാരായ ആളുകളെ അള്ളാഹു ഒരിക്കലും ധിക്കാരികളാവുകയില്ല, ലൈസ അല്ല ബിളല്ലാമിൻ, നിഷ്ഠൂരന്മാരായ ആളുകളല്ല, ബി അബീദ്, അബീദ്, ദാസന്മാരായ ആളുകളെ അവൻ ഒരിക്കലും മോശക്കാരായി തീരുകയില്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മുഖത്തടിച്ചുകൊണ്ടിരിക്കുക. സത്യവിശ്വാസികളായ ആളുകൾ, വ്യത്യസ്തമായി മുനാഫിക്കുകളും അതുപോലെ കാഫിറുകളുമായ ധർമ്മധിക്കാരികളുമായ ആളുകൾ അവരെ മുഖത്തടിച്ചുകൊണ്ടിരിക്കും. മലക്കുകളും അതുപോലെ തന്നെ പുറത്തു വെച്ചുകൊണ്ട് അവരെ മുഖത്തും പിൻവശത്തും അടിച്ചുകൊണ്ടിരിക്കും. അവരോട് പറയും, ദൂഖു അദാബൽ ഹരീഖ്, നിങ്ങൾ കരിച്ചലിൻ്റെ ശിക്ഷ, ദൈവികമായ രംഗത്തുണ്ടാകുന്ന കരിഞ്ഞു പോകുന്നതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ദാലിക ബിഅന്ന, എന്താ കാരണം ഇമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അവർ ചെയ്യിപ്പിച്ചിരിക്കുന്നു, ഖദ്ദമത്ത് മുൻകൂട്ടി ചെയ്തിരിക്കുന്നു. വഅന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അവൻ ഒരിക്കലും ധിക്കാരികളായ ആളുകളെ, ദാസന്മാരായ ആളുകളെ അവൻ ഒരിക്കലും അക്രമം ചെയ്യുന്നവരല്ല. കദൈബി ആലി ഫിർഔന, ഫറോവയുടെ ഫറോവക്കുണ്ടായതുപോലെ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. കദൈബി ആലി ഫിർഔന, ഫറോവയുടെ കുടുംബത്തിനുണ്ടായതുപോലുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. വല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികളായ ആളുകൾക്കും, ഫറോവനും അതിൻ്റെ മുൻഗാമികളായ ആളുകൾക്കും ഉണ്ടായതുപോലെ നിങ്ങൾക്കുണ്ടാകരുത്. കഫറു, അവർ നിഷേധിച്ചു, ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളെല്ലാം അവർ ധിക്കരിച്ചു. ഫഅഖദഹും, അപ്പോൾ അവരെ പിടികൂടി, ഫഅഖദഹും അല്ലാഹു, അപ്പോൾ അള്ളാഹു അവരെ പിടികൂടി, ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കാരണം. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അള്ളാഹു അവൻ്റെ കഠിനമായ ശിക്ഷ പിടികൂടുന്നവനാകുന്നു. ഫറോവയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് ഫറോവ. ആ ഫറോവയുടെ കാലത്ത് ഉണ്ടായിരുന്നതും അവരുടെ മുൻഗാമികളൊക്കെ ആയ ആളുകൾ ധിക്കാരികളായ ആളുകളായിരുന്നു.
അതെന്നാൽ ആ ധിക്കാരികളായ ആളുകൾക്കുണ്ടായതുപോലെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയാണ്. അവരങ്ങനെ ആകരുത്. നിങ്ങൾ തക്കദബി ആലി ഫിർഔനിൻ്റെ ആളുകളെപ്പോലെ നിങ്ങളായി പോകരുത്. വല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുൻഗാമികളായ ആളുകളെപ്പോലെയും അവരുടെ മുമ്പ് ഫിർഔനിൻ്റെയും അതിന് മുൻഗാമികളായ ആളുകളുടെയും അവസ്ഥ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. കഫറൂബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു, അപ്പോൾ അള്ളാഹു അവരെ പിടികൂടി. ബിദുനൂബിഹിം, അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണം അള്ളാഹു അവരെ പിടികൂടി. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവരാകുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രയാസവും വിഷമവും ഉണ്ടാകണം. തങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ എന്തൊക്കെയാണ്, കുറ്റങ്ങൾ എന്താണ്, അത് തങ്ങൾക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലതായി ജീവിക്കാൻ അവർ കഴിയണം. അത്തിയുല്ലാഹ അത്തിയുർ റസൂല, അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകനനുസരിക്കുക. വലാത്തനാസു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. വതഫ്ശരു, അപ്പോൾ നിങ്ങൾ ദുർബലരായി മാറും. വതദ്ഹബരിഹുക്കും, നിങ്ങളുടെ വീര്യം കെട്ടുപോകും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക. വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു. ഇതാണ് ഈ ആയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. ഇതാണ് ഈ ആയത്തിൽ മുതൽക്കുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പകർത്തിയെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു തരുന്നത്. അള്ളാഹു അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.